കനത്ത മഴയിൽ വയനാട് അഞ്ചുകുന്നിൽ ആദിവാസി ഉന്നതി ഒറ്റപ്പെട്ടു എന്നൊരു വാർത്തയുണ്ട്. മൊട്ടമ്മൽ ആദിവാസി ഉന്നതിയിലെ 6 കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഉന്നതിയിലേക്കുള്ള റോഡിൽ വെള്ളം കയറിയതോടെ പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. വെള്ളം ഇന്നലൊക്കെ കൊണ്ട് കടന്നുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ രാത്രി ഫുള്ളായിട്ടുള്ള റൗണ്ടും വെള്ളം അവരങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്. കടക്കാനും പറ്റാത്ത രീതിയിൽ. ഇപ്പോൾ പാണ്ടി ഇല്ലാണ്ടൊന്നും നടക്കില്ല. പാണ്ടിയ ബോട്ടോ വേണ്ട. ഇനി വെള്ളം പൊന്തിയാലും നമുക്കൊന്നും രക്ഷപ്പെടാം. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പോയ സൈഡല്ല ആ സൈഡ്. ഇല്ല അങ്ങോട്ടൊന്നും വഴിയില്ല. ആ വേനൽക്കാലത്തുണ്ടായിരുന്നു വഴിയിൽ കൂടെ. എന്താ ഇവിടുന്ന് മാറണ്ടേ? മാറണം. വെള്ളം കയറിയാൽ മാറും. അതാണ് തോന്നിയ ബോട്ടോ അല്ലാണ്ട് മാറാൻ താല്പര്യമുണ്ട്. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, ഇപ്പോൾ ഈ ഉന്നതിയിലേക്ക് ഉള്ള റോഡിലാണോ ഈ വെള്ളം കയറി കിടക്കുന്നത്? എന്താ അവിടുത്തെ അവസ്ഥ? മൊത്തത്തിൽ വയനാട്ടിലെ അവസ്ഥ എന്താണ്? അരുൺകുമാർ, വയനാട്ടിൽ ഇന്നലെ അതിതീവ്ര മഴയായിരുന്നു. എന്നാൽ ഇന്ന് മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ഇന്ന് പലയിടങ്ങളിലും ഇടവിട്ടിടവിട്ട സാഹചര്യങ്ങളിലാണ് കനത്ത മഴ പെയ്യുന്നത്. ഇന്നലെ ക്യാമ്പുകളിലായി 10 ക്യാമ്പുകളിലായി 314 പേരെയാണ് വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കാവുമന്നം, പടിഞ്ഞാറത്തറ, പനമരം, മുട്ടിൽ, ബത്തേരി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ പനമരം പഞ്ചായത്തിലെ 19-ാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളരിവയൽ എന്ന സ്ഥലത്തുള്ള മൊട്ടമ്മൽ ആദിവാസി ഉന്നതിയിലെ 6 കുടുംബങ്ങളാണ് വെള്ളപ്പൊക്ക ഭീഷണിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത്. അവർ ഒരു കുന്നിന് ചുറ്റും വെള്ളം ആയിരിക്കുകയാണ്. അവരുടെ ആ ഭാഗത്തേക്ക് പോകാൻ ഉള്ള പ്രധാന റോഡിൽ വെള്ളം കയറി. അതുകൊണ്ട് തന്നെ ഗതാഗതം കൃത്യമായി നടക്കുന്നില്ല. അവർ ഒറ്റപ്പെട്ട പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. വലിയ കൃഷിയിടങ്ങളൊക്കെ തന്നെ, ഏക്കർ കണക്കിൽ കൃഷിയിടങ്ങൾ വയനാട്ടിൽ വെള്ളത്തിനടിയിലാണ്. പുഞ്ചകൃഷിയും ഒപ്പം വാഴകൃഷിയും ഒക്കെ ഓണവിപണിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കൃഷിയിടങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കുലച്ചു നിൽക്കുന്ന ഏത്തക്കുല നേന്ത്രവാഴ തോട്ടമാണ്. ആ തോട്ടത്തിലൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ മേഖലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷമാകുന്നുണ്ട്. ഒപ്പം കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ജില്ലയിൽ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന KSEBയുടെ കൺട്രോൾ റൂമും ഇന്നലെ തുറന്നു. വൈദ്യുതി ഇല്ലാത്തത് വലിയ ഒരു ദുരിതമായുള്ള ഒരു സാഹചര്യം തന്നെയാണ്. വയനാട്ടിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ വൈദ്യുതി ഇപ്പോൾ ഇല്ല. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോഴും ഈ ആദിവാസി ഉന്നതിയിലുള്ള 6 കുടുംബങ്ങൾ പുറത്തേക്ക് എത്താനുള്ള, അവർക്ക് പുറത്തേക്ക് മാറണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ മെമ്പറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ മാറാൻ തയ്യാറാണെന്നാണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. അതിന് പ്രകാരം നമ്മൾ ഈ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം മൊട്ടമ്മൽ ഉന്നതിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ 6 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിയത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അറിയാം, 6 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി ഒരു കുടുംബത്തിൽ തന്നെ 10ഓളം ആളുകളുണ്ട്. ഇങ്ങനെയുള്ള പ്രായമായ ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ഉന്നതിയാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത്. അരുൺ, ഇപ്പോൾ ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അഞ്ചുകുന്നിൽ ആദിവാസി ഉന്നതി ഒറ്റപ്പെട്ടു. ആ പ്രദേശത്തേക്ക് പോകുന്ന വഴിയിൽ നിറയെ വെള്ളമാണ് എന്നാണ് ഇപ്പോൾ ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും മഴ വാർത്തകൾ വരുന്നുണ്ട്. 5 ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ട് മാറി ഓറഞ്ച് അലേർട്ട് ആയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. ആകപ്പാടെ ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും മാത്രമാണ് യെല്ലോ അലേർട്ട് അവശേഷിക്കുന്നത്. ബാക്കിയുള്ള ഇടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും കണ്ണൂരും വയനാടും കോഴിക്കോടും റെഡ് അലേർട്ടുമാണ്. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുമാണ് ഇപ്പോൾ ഉള്ളത്.